മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബബിതയും സ്റ്റാലിനിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള സംശയത്തിൽ ശിവശങ്കരൻ ബബിതയെ വിളിച്ച് അന്വേഷിക്കുകയാണ്. ബബിത കള്ളങ്ങൾ പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെട്ടു. ബബിതയും കൂട്ടി സ്റ്റാലിനി സ്റ്റേഷനിലെത്തിയപ്പോൾ ബബിതയോട് മോശമായി പെരുമാറുകയാണ് SP. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഉച്ചനേരമായതിനാൽ കോളേജിന്റെ അങ്കണത്തിലും ഇടനാഴികളിലും പാസേജുകളിലും പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരുന്നു. അവരിൽ ചിലർ ബബിതയെ അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു. രണ്ട് പെൺകുട്ടികൾ അവളുടെ പിന്നാലെ വന്ന് അടക്കിയ സ്വരത്തിൽ ഫാദറാണോ കൂടെ എന്ന് ചോദിച്ചു. അവൾ അതെ എന്ന് ഉത്തരവും പറഞ്ഞു. സ്റ്റാൻലി പട്ടാളച്ചിട്ടയിൽ എന്നോണം നടന്നുപോയിക്കൊണ്ടിരുന്നു. പ്രിൻസിപ്പലിന്റെ ഓഫീസ് റൂമിന് മുന്നിൽ അയാൾ നിന്നു. ബബിത 2 ചുവട് പിന്നിലായിരുന്നു. മേ ഐ കമിൻ സിസ്റ്റർ? വാതി തുറന്നു പിടിച്ചിട്ട് സ്റ്റാൻലി ചോദിച്ചു. പ്രിൻസിപ്പൽ ഏതോ അധ്യാപിക ലീവ് ചോദിച്ചതിന് വഴക്കു പറയുകയായിരുന്നു. കമിൻ, പ്രിൻസിപ്പൽ പറഞ്ഞു. അധ്യാപിക നിരാശയോടെ പുറത്തേക്കിറങ്ങിപ്പോയി. സ്റ്റാൻലിയുടെ പിറകെ ബബിതയും കയറി ചെന്നു. ബബിതയെ തിരിച്ചറിഞ്ഞതും പ്രിൻസിപ്പലിന്റെ മുഖം ഇരുണ്ടു. അവർ സ്റ്റാൻലിയുടെ നേർക്ക് ഗൗരവത്തിൽ നോക്കി. വാട്ട് ഈസ് ദ മാറ്റർ? ഇത് ബബിത. സ്റ്റാൻലി അവളുടെ നേർക്ക് ആംഗ്യം കാട്ടിട്ട് തുടർന്നു. ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻ്റാണ്. ഇവളൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയതോടെ നിങ്ങളുടെ ഉത്തരവാദിത്തം തീർന്നു എന്നറിയാം. തീർന്നു? എന്താ സംശയം? TC എഴുതി വെച്ചിട്ടുണ്ട്. വാങ്ങിച്ചുകൊണ്ട് പോകാൻ വരാത്തത് എന്താണ്? അതിനും കൂടി വേണ്ടി വന്നതാണ്. അതിനു മുൻപ് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇവളുടെ പേരിൽ ഇപ്പോൾ ഒരു കേസ് വന്നിരിക്കുന്നു, സ്റ്റാൻലി പറഞ്ഞു. അതൊന്നും ഞങ്ങൾക്കറിയണ്ട. TC വാങ്ങാൻ വന്നതാണെങ്കിൽ വാങ്ങിച്ചോണ്ട് പോയിക്കോളൂ. ഇവിടെ പഠിക്കുന്ന 2 സ്റ്റുഡൻസിന് കൂടി TC കൊടുക്കേണ്ടി വരും. വൺ മിസ്റ്റർ സോണിയ ഡേവിഡ്, അതർ വൺ ഈസ് താര കൃഷ്ണനുണ്ണി. ഇവിടെ ആർക്കൊക്കെ TC കൊടുക്കണമെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അതെ, ഞാനാണ്. സോണിയ ഡേവിഡും താര കൃഷ്ണനുണ്ണിയും ഉൾപ്പെടെ സെക്സ് റാക്കറ്റിലെ ചിലരെ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. കൂട്ടത്തിൽ ബബിതയെ പറ്റിയും അന്വേഷണം വന്നു. സോണിയ ഡേവിഡും താര കൃഷ്ണനുണ്ണിയും കൂടി ബബിതയെ വിളിച്ചോണ്ട് പോയി ചീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോളേജിന്റെയും ആ സ്റ്റുഡന്റിന്റെയും പേര് വിവരങ്ങളും വെച്ച് പത്രങ്ങളിൽ വാർത്ത വരും. കോളേജും പ്രിൻസിപ്പളും എല്ലാവരും വളരെ പെട്ടെന്ന് പ്രശസ്തരായി തീരും. പ്രിൻസിപ്പൽ പതറിപ്പോയി. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരിയാണോ? അവരെ 2 പേരെയും വിളിക്കൂ. പ്രിൻസിപ്പൽ ഉടൻ തന്നെ സോണിയ ഡേവിഡിനെയും താര കൃഷ്ണനുണ്ണിയും വിളിച്ചു വരുത്തി. ബബിതയെ കണ്ടതും അവരുടെ മുഖം വെള്ളക്കടലാസ് പോലെ വിളറി. നിങ്ങൾക്ക് ഏതെങ്കിലും സെക്സ് റാക്കറ്റുമായി കണക്ഷൻ ഉണ്ടോ? പ്രിൻസിപ്പൽ ചോദിച്ചു. ഇല്ലെന്ന് 2 പേരും ഒരേ സ്വരത്തിൽ നിഷേധിച്ചു. സ്വന്തം സഹോദരനാണെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥൻ എന്നൊരാളെ താര കൃഷ്ണനുണ്ണി ബബിതയ്ക്ക് പരിചയപ്പെടുത്തുകയും സ്വന്തം വീട്ടിലേക്കെന്ന് പറഞ്ഞ് ഒരു പെൺവാണിഭ കേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടോ? സ്റ്റാൻലി അവരോട് ചോദിച്ചു. ഇല്ല, അങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ല, താരയും സോണിയും തറപ്പിച്ചു പറഞ്ഞു. ഓക്കെ, സോറി സിസ്റ്റർ. ഇവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും കുറിച്ചു വെച്ചോ. ഇന്ന് ഉച്ചതിരിഞ്ഞ് ഞാനും ബബിതയും സിറ്റി പോലീസ് കമ്മീഷണറെ കാണുന്നുണ്ട്. അവർ തെളിയിക്കട്ടെ. സിസ്റ്ററിന് വലിയ തലവേദന വരും. അത്രയും പറഞ്ഞ് സ്റ്റാൻലി ബബിതയും കൊണ്ട് പ്രിൻസിപ്പലിന്റെ ഓഫീസ് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. കമ്മീഷണറുടെ ഓഫീസിലേക്ക് സ്റ്റാൻലിയോടും ബബിതയോടും ഒപ്പം മാമച്ചനും കൂടി പോവുകയുണ്ടായി. മാമച്ചൻ തന്റെ സ്വാധീനം ഉപയോഗിച്ച് കമ്മീഷണറുടെ ഒരു സുഹൃത്തിനെ കൊണ്ട് രാവിലെ തന്നെ കമ്മീഷണറെ വിളിപ്പിച്ചിരുന്നു. കമ്മീഷണറുടെ ഓഫീസിൽ SP സന്നിഹിതനായിരുന്നു. പരിചയപ്പെടുത്തൽ ചടങ്ങ് വേഗം കഴിഞ്ഞു. കമ്മീഷണർ മര്യാദയോടുകൂടിയാണ് പെരുമാറിയത്. അയാൾക്ക് ബബിതയുമായി സംസാരിക്കണമെന്നും പറഞ്ഞു. സ്റ്റാൻലിയും മാമച്ചനും ഇരിക്കാൻ പാടില്ല. ബബിതയെ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കരുതെന്ന് സ്റ്റാൻലി അഭ്യർത്ഥിച്ചു. അവൾ സത്യം മാത്രമേ പറയേണ്ടതുള്ളൂ. യാതൊരു ടെൻഷനും വേണ്ട. കമ്മീഷണർ ഉറപ്പു നൽകി. അറിയാവുന്നതെല്ലാം ധൈര്യമായിട്ട് പറഞ്ഞോ. ആരോടും ഒരനീതി നീ കാട്ടിയിട്ടില്ല. നിനക്കാണ് നീതി കിട്ടേണ്ടത്. ഞാൻ കൂടെ ഇരിപ്പുണ്ടെന്ന് തന്നെ വിചാരിച്ചോ, സ്റ്റാൻലി ബബിതയെ ബോധ്യപ്പെടുത്തി. മാമച്ചനോട് സ്റ്റാൻലിയോടുമൊപ്പം SP-യും കമ്മീഷണറുടെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോന്നു. റൂമിനുള്ളിൽ കമ്മീഷണറും ബബിതയും മാത്രമായി. വൈജയന്തി കോളേജിൽ നിന്ന് മടങ്ങിച്ചെല്ലുമ്പോൾ ശിവശങ്കരൻ മേനോൻ സിറ്റൗട്ടിൽ ഇരിപ്പുണ്ട്. കാർ റോഡരികിലാണ് പാർക്ക് ചെയ്തിരുന്നത്. ശിവേട്ടൻ കൊല്ലപ്പള്ളിയിൽ നിന്ന് ഇത്ര പെട്ടെന്ന് വന്നോ? ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയ നേരത്തല്ലേ ശിവേട്ടനും ഇറങ്ങിയത്? വൈജയന്തി ആശ്ചര്യപ്പെട്ടു. ഞാൻ വേഗം വിട്ടുപോന്നു. കൃഷ്ണമോൾ എവിടെ? അവൾക്ക് ട്യൂഷനുണ്ട്. ബബിതയെ വിളിച്ചിട്ട് എന്തായി ശിവേട്ട? അവളെന്തിനാ എറണാകുളത്ത് പോയത്? സ്റ്റാൻലിയുമായിട്ട് എങ്ങനെയാണ് പരിചയം? ശിവേട്ടൻ വല്ലതും തിരക്കിയോ? അവൾ ഫോണിൽ കൂടി പറഞ്ഞതൊക്കെ ശരിയാ ജയന്തി. അവളിപ്പോ എറണാകുളത്ത് മാമച്ചൻ എന്നയാളിന്റെ വീട്ടിലുണ്ട്. സ്റ്റാൻലി ജോസഫും അവിടെയുണ്ട്. പക്ഷേ അലീനയെ പറ്റി ഒരു വിവരവുമില്ല. ശിവേട്ടൻ എങ്ങനെ അറിഞ്ഞു? എറണാകുളത്തുള്ള
എൻ്റെ ഒരാളെ കൊണ്ട് അന്വേഷിപ്പിച്ചു. ഇനി എന്താ ശിവേട്ടാ ചെയ്യേണ്ടത്? എന്തു ചെയ്യാൻ? ബബിതയെ വിളിച്ചിട്ട് കർശനമായിട്ട് പറ ഉടൻ തന്നെ ഇവിടെ എത്താൻ. ഇനി അവൾ നിന്റെ കൂടെ താമസിക്കണം. ഞാൻ വിളിച്ചാൽ അവൾ വന്നില്ലെങ്കിലോ? നീ ചെന്ന് കൂട്ടിക്കൊണ്ട് വരണം. ഞാനും വരാം. അവൾ എവിടെയാണെങ്കിലും കൈയോടെ പിടിച്ചോണ്ട് വരിക. നിനക്കതിന് അവകാശമുണ്ട്. സ്റ്റാലിയെ ഫേസ് ചെയ്യേണ്ടി വരുമോന്നാ എൻ്റെ പേടി. വൈജയന്തി ആശങ്കപ്പെട്ടു. കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് കാറിൽ മടങ്ങുമ്പോൾ സ്റ്റാൻലി ബബിതയോട് ചോദിച്ചു, കമ്മീഷണർ വളരെ പൊളൈറ്റായിട്ടല്ലേ പെരുമാറിയത്? ബബിത സ്റ്റാൻലിയെ നോക്കിയിട്ട് തലയാട്ടി. പിന്നെന്തിനാ കരഞ്ഞത്? ബബിത ഒന്നും മിണ്ടാതെ മടിയിൽ വിരലുകൾ വിടർത്തി വെച്ച് അതിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഭീഷണിപ്പെടുത്തിയോ? ഇല്ലെന്ന് അവൾ തലവെട്ടിച്ചു. കേസിൽ പ്രതി ചേർക്കുമെന്നോ സാക്ഷിയാക്കുമെന്നോ പറഞ്ഞോ? ഇല്ല. അപ്പോഴേക്കും ബബിതയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. കമ്മീഷണറുമായി സംസാരിക്കുന്നതിനിടയിൽ അവൾ നല്ലപോലെ കരഞ്ഞിട്ടുണ്ടെന്ന് സ്റ്റാൻലിക്ക് ഉറപ്പായിരുന്നു. പുറത്തു വന്നപ്പോൾ അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. കവിൾത്തടം കരഞ്ഞു തിണർത്തിരുന്നു. എന്തു പറ്റിയെന്ന് പറയാതെ ഞാൻ എങ്ങനെ അറിയും? സ്റ്റാൻലി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ആരോടുന്നില്ലാതെ പറഞ്ഞു. ബബിത കർച്ചീഫ് കൊണ്ട് കണ്ണു തുടച്ചു. ഞാൻ കാരണം പപ്പയ്ക്കും ബുദ്ധിമുട്ടായി. എത്ര പേരാ ഞാൻ കാരണം? എല്ലാ മനുഷ്യർക്കും ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിച്ചേ പറ്റൂ. അല്ലാതെ എങ്ങനെ ജീവിക്കും? ഞാനും നീയും ഫുഡ് കഴിക്കുമ്പം അതിൻ്റെ പുറകിൽ കുറേ പേരുടെ ബുദ്ധിമുട്ടുണ്ട്. അതിനുള്ള ധാന്യം കൃഷി ചെയ്ത് ഉൽപ്പാദിച്ചവർ, അത് പാകം ചെയ്തവർ, വിളമ്പിയവർ, അങ്ങനെ ഞാൻ ഈ കാർ ഓടിക്കുമ്പോൾ അതിനു പുറകിൽ എത്രയോ പേരുടെ ബുദ്ധിമുട്ടുണ്ട്. കാർ നിർമ്മിച്ചവർ, വിൽപ്പനയ്ക്ക് വെച്ചവർ, ഇതിലൊഴിക്കാനുള്ള പെട്രോൾ ഖനനം ചെയ്തവർ, അത് സംസ്കരിച്ചവർ, അറിയാതെയും അറിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും തോൾചാരിയും കൈപിടിച്ചുമാണ് മനുഷ്യരെല്ലാം ജീവിക്കുന്നത്. നിനക്ക് വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ എനിക്ക് പിറക്കേണ്ടിയിരുന്ന മകൾക്ക് വേണ്ടിയാണല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിക്കുന്നു. പിന്നെയും ബബിതയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. ശരി, ഞാനൊന്നും ചോദിക്കുന്നില്ല. ഞാൻ ഞാനെല്ലാം മറന്നതായിരുന്നു പപ്പ. കമ്മീഷണർ സാർ ചോദിച്ചപ്പം ബബിത വിതുമ്പി. സാരമില്ല, ഇത് നിനക്ക് കൂടുതൽ ധൈര്യം തരും. ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരിറ്റ് കയ്പ് പോലും ഇറക്കാതെ, ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കാതെ, ഒരു ദുസ്വപ്നം പോലും കാണാതെ കടന്നു പോകുന്നവർ ജീവിതത്തിന്റെ രുചി അറിയുന്നില്ല. ബബിത തൂവാലയാൽ കണ്ണീരൊപ്പി. അല്പം കഴിഞ്ഞ് സ്റ്റാൻലിയോട് ചോദിച്ചു, പപ്പയോട് കമ്മീഷണർ സാർ സംസാരിച്ചില്ലേ? നിന്നെ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയത് അവരിതുവരെ അറിയാത്ത കാര്യങ്ങളാണ്. കമ്മീഷണർ വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലാണെന്നും തോന്നി. കേസ് പ്രൊസീഡ് ചെയ്യാനും വയ്യ, ചെയ്യാതിരിക്കാനും വയ്യ. ന്യൂസ് പേപ്പറിലൊക്കെ വരുമോ പപ്പ? ബബിതയ്ക്ക് വേവലാതിയായി. അറിയില്ല. അവർക്ക് സത്യം മനസ്സിലായി. നീ പരാതിക്കാരുടെ സ്ഥാനത്ത് നിൽക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പരാതിപ്പെടാനായിരുന്നെങ്കിൽ എത്രയോ നേരത്തെ ആകാമായിരുന്നെന്ന്. നിന്നെക്കുറിച്ച് കമ്മീഷണർക്ക് വലിയ സഹതാപമുണ്ട്. എന്നോട് പറഞ്ഞു കഴിഞ്ഞതെല്ലാം മറന്ന് പഠിപ്പ് തുടരണമെന്നും ധൈര്യമായിട്ടിരിക്കണമെന്നും. അതാണ് ഞാൻ പറഞ്ഞത്, പേടിക്കേണ്ടെന്ന്. കമ്മീഷണർക്ക് ബോധ്യപ്പെട്ടു അവരെല്ലാം കൂടി നിന്നെ ചീറ്റ് ചെയ്യുകയായിരുന്നെന്ന്. കേസിന്റെ പേരിൽ നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് കമ്മീഷണർക്കും ആഗ്രഹമുണ്ട്. പനമ്പിള്ളി നഗർ ജംഗ്ഷൻ കഴിഞ്ഞ് കാർ കുറേ ദൂരം കൂടി മുന്നോട്ട് പോയ ശേഷം ഇടത്തേക്ക് തിരിഞ്ഞ് ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിലുള്ള റോഡിലൂടെ തമ്മനം റെയിൽവേ ഗേറ്റ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരുന്നു. വീട്ടിലെത്തിയ ശേഷം സ്റ്റാൻലി മാമച്ചനെ കാര്യങ്ങൾ ധരിപ്പിച്ചു. ബബിത അലീനയെ ഫോണിൽ വിളിച്ച് എല്ലാം വിശദമായി പറഞ്ഞു. ഒട്ടും ആശങ്കപ്പെടേണ്ടെന്ന് അലീന അവളെ ആശ്വസിപ്പിച്ചു. അതെല്ലാം പപ്പ നോക്കിക്കൊള്ളും. നീ ഒരു ഭാരം ഇറക്കി വെച്ച പോലെ വെറുതെ ഇരുന്ന് വിശ്രമിച്ചാൽ മതി. ബബിത രേവതിക്കുട്ടിയുടെ മുറിയിൽ വന്നപ്പോൾ അവൾ പിന്നിലെ സിറ്റൗട്ടിലൂടെ നടന്ന് ആരോടോ ഫോണിലൂടെ സംസാരിക്കുന്നത് കേട്ടു. ഇടയ്ക്ക് അടക്കിപ്പിടിച്ചുള്ള ചിരിയും ഒച്ചതീരെ താഴ്ത്തിയുള്ള ശകാരവും ഒക്കെ കേൾക്കാം. പ്രേമിക്കുന്ന പെൺകുട്ടിയുടെ ഒച്ച അവൾ തിരിച്ചറിഞ്ഞു. താനും കുറെ നാൾ മുൻപ് ഇങ്ങനെയായിരുന്നല്ലോ എന്ന് അവൾ ഓർത്തു. ടാനിയെയും അവൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. രേവതിക്കുട്ടി സംസാരിച്ചുകൊണ്ട് മുറിയിലേക്ക് തിരിച്ചു വന്നു. ബബിത കട്ടിലിരിക്കുന്നത് കണ്ട് അവൾ ഫോണിലൂടെ പറഞ്ഞു, ഞാനൊരാൾക്ക് കൊടുക്കാമേ. രേവതിക്കുട്ടി അടുത്തു വന്ന് ഫോൺ ബബിതയുടെ നേർക്ക് നീട്ടി. ആരാ? ശബ്ദം താഴ്ത്തി കൈയെടുത്ത് ആംഗ്യം കാട്ടി ബബിത ചോദിച്ചു. സംസാരിക്ക്, രേവതിക്കുട്ടി പറഞ്ഞു. ബബിത മടിയോടും സംശയത്തോടും കൂടി ഫോൺ വാങ്ങി. ഹലോ. മറുവശത്തു നിന്നും ഹലോ കേട്ടു. ഹലോ, ആരാ? ബബിത ചോദിച്ചു. എടി കഴുതേ, ഇത് ഞാനാ. രോഹിത്തിന്റെ ശബ്ദം. രോഹിയേട്ടനായിരുന്നോ? ഇവളെന്നോട് പറഞ്ഞില്ല. രേവതിക്കുട്ടി അവളുടെ മുഖത്തിന് നേരെ കൈകാട്ടി. ഇത് കാണാൻ വേണ്ടിയാ പറയാഞ്ഞത്, ഈ ചമ്മൽ. അവൾ ചിരിച്ചുകൊണ്ട് മുറി വിട്ടുപോയി. ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിയാമായിരുന്നോ? ബബിത ചോദിച്ചു. പിന്നല്ലാതെ. ആര് പറഞ്ഞു? രേവതിക്കുട്ടിയോ? അലിനി ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ന്യൂസെല്ലാം ഇവിടെ അപ് ടു ഡേറ്റ് ആണ്. അമ്മയുമായിട്ട് റെസ്റ്റോറൻറ്റിൽ വെച്ചുണ്ടായ കൂടിക്കാഴ്ച പോലും ഇന്നലെ വൈകുന്നേരത്തെ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. ഓഹോ,
ആകാശവാണി കുളത്തൂപ്പുഴ റിലേ വാർത്തകൾ വായിക്കുന്നത് അലീന ചേച്ചി. നീ പിന്നെ എന്താ വിചാരിച്ചത്? അലീന ചേച്ചി ആരെയാ വിളിക്കാറ്? മനുവേട്ടനെയാ? ഇന്നലെ മനുവേട്ടനെ വിളിച്ചാൽ ഇന്ന് എന്നെ വിളിക്കും. നാളെ വീണ്ടും മനുവേട്ടനെ, മറ്റന്നാൾ എന്നെ. അതാണ് അലീന ചേച്ചിയുടെ സ്ട്രാറ്റജി. ഈ വീടുമായിട്ട് രോഹിയേട്ടൻ എന്താ കണക്ഷൻ? ബബിത ഒരു കുസൃതി ചോദ്യം വിട്ടു. ഞാൻ അവിടെ കുറച്ചു ദിവസം താമസിച്ചിട്ടുണ്ട്. ഓ, ഞാൻ അക്കാര്യം മറന്നു. പക്ഷേ രോഹിയേട്ടൻ എന്താ മറക്കാത്തെ? എനിക്ക് മറക്കാൻ കഴിയുന്നില്ലടി. എനിക്ക് തോന്നി ഇതും അപ് ടു ഡേറ്റ് ആയിരിക്കുമല്ലോ അല്ലേ? ഇല്ലടി, വല്ലപ്പോഴും ആരെങ്കിലും വിളിച്ച് ചീത്ത പറയണമെന്ന് തോന്നുമ്പം ഞാൻ വിളിക്കും. മെക്കിട്ട് കയറാൻ മുട്ടുമ്പം അവളും. മനസ്സിലായി. മനുവേട്ടൻ എവിടെ? പാചകം ചെയ്യുക. ശരി, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ബബിത ഫോൺ തിരിച്ചു കൊടുക്കാനായി രേവതിക്കുട്ടിയെ നോക്കി. അവൾ താഴേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞിരുന്നു. ബബിത സ്റ്റെയർ കേസ് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ മൊബൈലിൽ കോൾ വന്നു. കൊല്ലപ്പള്ളിയിലെ അങ്കിളിന്റെ നമ്പർ. അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ അങ്കിളെ, ഗുഡ് ഈവനിങ്. അങ്കിളല്ല, അമ്മയാ, നിന്റെ പെറ്റ തള്ള. പെട്ടെന്ന് ഒന്ന് പതറിയെങ്കിലും സമനില വീണ്ടെടുത്ത് അവൾ ചോദിച്ചു. അമ്മയുടെ സ്വരം കെട്ടിട്ട് എത്ര നാളായി? അമ്മയ്ക്ക് ഈ നമ്പറൊക്കെ അറിയാമായിരുന്നോ? അമ്മയുടെ നമ്പർ നിനക്കും അറിയായിരുന്നല്ലോ. എനിക്ക് അമ്മയെ വിളിക്കണമെന്ന് തോന്നിയില്ല. ഇപ്പോഴും തോന്നുന്നില്ല. അതെന്താ നിനക്ക് തോന്നാത്തത്? അതിനുള്ള സമയമാകാത്തത് കൊണ്ടായിരിക്കും. അതോ അവള് പറഞ്ഞിട്ടോ അമ്മയുമായി യാതൊരു സമ്പർക്കവും പാടില്ലെന്ന്? ആര്? അലീന ചേച്ചിയോ? ബബിത ചിരിച്ചു. നിന്റെ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഇല്ലമ്മേ, അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല. നീ ഇപ്പം എവിടെയാ? എറണാകുളത്ത്. അങ്കിൾ പറഞ്ഞില്ലേ? എറണാകുളത്ത് എവിടെ? മാമച്ചൻ അങ്കിളിന്റെ വീട്ടിൽ. നിനക്കവിടെ എന്താ കാര്യം? ചുമ്മാ വന്നതാ. നിന്റെ പേരിൽ പോലീസ് കേസുണ്ടോ? അപ്പോ അമ്മയെല്ലാം അറിയുന്നുണ്ട്. എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഇന്നലെ നമ്മൾ കണ്ടതല്ലേ അമ്മേ, ഹോട്ടലിൽ വെച്ച്? ചുമ്മാ കാണാനല്ല, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഫോണിൽ കൂടി പറയാമല്ലോ. അത് പോരാ, എനിക്ക് നേരിട്ട് സംസാരിക്കണം. നീ നാളെ കൊല്ലപ്പള്ളിയിലോട്ട് വാ. നാളെയോ? എനിക്കങ്ങനെ അമ്മേനെ പോലെ തോന്നുമ്പം ഇറങ്ങിപ്പോകാനും തോന്നുമ്പം കയറി വരാനും പറ്റത്തില്ല. എന്നെ കൂട്ടിക്കൊണ്ടു വന്നവരോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നിന്നെ കൊണ്ടുപോയത് അലീനിയല്ലേ? അതെ. അവളുണ്ടോ ഇപ്പൊ നിന്റെ കൂടെ? അത് അമ്മ അറിയണ്ട. വേണ്ട, എനിക്കറിയണ്ട. പക്ഷേ നിന്നെ എനിക്ക് കാണണം. ഒന്നുകിൽ നീ ഒരു ബസ്സിൽ കയറി വരിക, അല്ലെങ്കിൽ ശിവേട്ടൻ കാറുമായിട്ട് വരും. ടാക്സി പിടിച്ചു വന്നാലും കുഴപ്പമില്ല. ടാക്സി ചാർജ് ഞാൻ കൊടുത്തോളാം. ബബിത പതറി. എനിക്കങ്ങനെ വരാൻ പറ്റില്ലെന്നേ. അലീന ചേച്ചിയുമായിട്ട് ആലോചിക്കണം. എന്റെ ഡ്രസ്സും ബാഗും ബുക്സും എല്ലാം അവിടെയാ. അതെല്ലാം എടുക്കണം. എവിടാണെന്ന് പറഞ്ഞാൽ മതി, ശിവേട്ടൻ പോയി എടുത്തോളും. അതൊന്നും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, നീ നാളെ ഇങ്ങ് വാ. നാളെ എന്തായാലും പറ്റില്ല. അലീന ചേച്ചിയെ കാണാതെ ഞാൻ വരില്ല. എന്ന് വരാൻ പറ്റും നിനക്ക്? നാളെ ഞാൻ പോയി അലീന ചേച്ചിയുമായിട്ട് ആലോചിച്ചിട്ട് പറയാം. അവളാണോടി എന്നെക്കാൾ നിനക്ക് വലുത്? ശരീരം കൊണ്ട് അമ്മയാ, പക്ഷേ മനസ്സുകൊണ്ട് അലീന ചേച്ചിയുടെ 100-1 പോലും. പറഞ്ഞു തീരും മുമ്പേ കോൾ മുറിഞ്ഞു. ഒരു മൂളൽ മാത്രം. ബബിത ഫോണിലേക്ക് നോക്കി. അല്പനേരം കാത്തു നിന്നു. ഇല്ല, കോൾ വരുന്നില്ല. അമ്മ കട്ട് ചെയ്തതാണെന്ന് അവൾക്ക് മനസ്സിലായി. പ്രിൻസിപ്പൽ കരച്ചിലിന്റെ വക്കത്തോളം എത്തിയിരുന്നു. അവരുടെ മുഖം വിളറി. അല്പം മഞ്ഞ നിറം കൂടി കലർന്നു. സിറ്റി പോലീസ് കമ്മീഷണർ വിജിലാൻഡിന്റെ നേർക്ക് അപേക്ഷ സ്വരത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നു. സാർ, കോളേജിന്റെ മാനം പോകും. സാറിനറിയാമല്ലോ, പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ വന്നാൽ ഞങ്ങൾക്ക് പിന്നെ കോളേജ് അടച്ചുപൂട്ടിയാൽ മതി. മീഡിയക്കാർ പെരുന്നാൾ പോലെ ആഘോഷിക്കും. ഒന്നാമതേ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജ്. സെക്സ് റാക്കറ്റുമായി ബന്ധമുള്ള പെൺകുട്ടികൾ ഞങ്ങളുടെ കോളേജിൽ ഉണ്ടായിരുന്നെന്നും അവരെ അറസ്റ്റ് ചെയ്തെന്നുമൊക്കെ വാർത്തയും ഫോട്ടോയും വന്നാൽ. മിസ്റ്റർ സ്റ്റാൻലി എന്ന് പറയുന്നു? കമ്മീഷണർ ചോദിച്ചു. പ്രിൻസിപ്പൽ സ്റ്റാൻലിയുടെ നേർക്ക് യാചനാഭാവത്തിൽ നോക്കി. നിങ്ങളുടെ കുട്ടിക്കുണ്ടായ കഷത്തിന് ഞാൻ മാപ്പ് പറയാം. അതിനിട വരുത്തിയവരുടെ പേരിലും ഈ കോളേജിന്റെ പേരിലും ഇതിന്റെ പ്രിൻസിപ്പൽ എന്ന നിലയിലും ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണിത്. എത്രയോ 10,000 കുട്ടികൾ പഠിച്ചു പോയിരിക്കുന്നു. ഇനിയും എത്രയോ വരാനിരിക്കുന്നു. അറസ്റ്റും ചോദ്യം ചെയ്യലും തെളിവെടുപ്പുമെല്ലാം മീഡിയക്കാർ കൊട്ടിഘോഷിക്കും. സ്റ്റാൻലി ഒന്നിളകിയിരുന്നു. ഞങ്ങളുടെ കുട്ടിക്ക് കേസിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. പക്ഷേ ഒരു ഡിമാൻഡുണ്ട്. ആ 2 പെൺകുട്ടികളെയും ഈ കോളേജിൽ തുടർന്ന് പഠിക്കാൻ അനുവദിക്കരുത്. അതുമാത്രമല്ല, ബബിതയ്ക്ക് എക്സാം എഴുതാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും വേണം. അവളുടെ കമ്പൽസറി ടി സി ക്യാൻസൽ ചെയ്യണം. അത് വളരെ ന്യായമായ കാര്യമാണ്, കമ്മീഷണർ പറഞ്ഞു. കുറ്റം ചെയ്തവർ നിരപരാധികളെപ്പോലെ തുടരുകയും അതിനിരയായവർ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യാൻ പാടില്ല. സിസ്റ്റർ ഇതുകൂടി അറിഞ്ഞിരിക്കണം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാൻ മുഖം നോക്കാതെ ആക്ഷൻ എടുക്കുകയാണ് വേണ്ടത്.
എന്നാൽ ഒരു വനിതാ കോളേജിലെ മുഴുവൻ സ്റ്റുഡൻസിനെയും ബാധിക്കുന്ന ദുഷ്പേരിന് കാരണമാകും എന്ന ഒറ്റ കാരണത്താൽ ഞാനത് ചെയ്യുന്നില്ല. ബട്ട് വൺ തിങ്, കേസ് ഞങ്ങൾ വിട്ടുകളയില്ല. മിസ്റ്റർ സ്റ്റാൻലിക്കും കുട്ടിക്കും കോളേജിനും കോട്ടം വരാത്ത വിധത്തിൽ ഞങ്ങൾ ഇതിന്റെ അന്വേഷണവുമായി മുന്നോട്ടു പോകും. നിങ്ങൾ TC കൊടുത്ത് പറഞ്ഞയച്ചാലും ആ പെൺകുട്ടികൾ ഞങ്ങളുടെ അന്വേഷണ വലയത്തിലുണ്ടാകും. സിസ്റ്റർ, കമ്പൽസറി TC കൊടുക്കുമ്പോൾ ആ കുട്ടികളുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തണം. എനിക്ക് അവരോട് രണ്ടു വാക്ക് സംസാരിക്കണം, സ്റ്റാൻലി ആവശ്യപ്പെട്ടു. പ്രിൻസിപ്പൽ അതും അംഗീകരിച്ചു. അവരുടെ പേരൻസിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ സ്റ്റാൻലിക്ക് അവരെ കാണാം. ഇന്നലെ വൈകുന്നേരം കമ്മീഷണർ കോളേജിൽ പോയി പ്രിൻസിപ്പലിനെ കണ്ട് യഥാർത്ഥ വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു. ഉടൻ തന്നെ പ്രിൻസിപ്പൽ താരാകൃഷ്ണനുണ്ണിയുടെയും സോണിയ ഡേവിഡിന്റെയും വീടുമായി ഫോണിൽ ബന്ധപ്പെട്ട് അടുത്ത ദിവസം കമ്പൽസറി TC വാങ്ങിക്കൊണ്ടുപോകാനായി എത്തിച്ചേരണമെന്ന് മാതാപിതാക്കൾക്ക് നിർദ്ദേശം നൽകി. ഒപ്പം തന്നെ താരാകൃഷ്ണനുണ്ണിയും സോണിയ ഡേവിഡും ഹോസ്റ്റലിന് വെളിയിൽ പോകുന്നത് വിലക്കുകയും അവരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സ്റ്റാൻലിയും ബബിതയും കൂടി വന്ന് പ്രിൻസിപ്പലിനെ കണ്ടു മടങ്ങിയപ്പോൾ തന്നെ അപകടമാണെത്ത താരയും സോണിയയും അറിയിക്കേണ്ടടുത്തെല്ലാം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരുന്നു. സൈബർ സെല്ല് മുഖേന പോലീസ് താരയുടെയും സോണിയയുടെയും നമ്പറുകളിൽ നിന്ന് ഏതൊക്കെ നമ്പറുകളിലേക്കാണ് കോളുകൾ പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഇന്നലെ രാത്രി തന്നെ ചില റെയ്ഡുകൾ നടത്തിയെങ്കിലും നേരത്തെ മുന്നറിയിപ്പ് കിട്ടിയിരുന്നതിനാൽ പിടികിട്ടേണ്ടവരെല്ലാം മുങ്ങിക്കഴിഞ്ഞിരുന്നു. ഉച്ചതിരിഞ്ഞ് കോളേജിലേക്ക് പോയപ്പോൾ സ്റ്റാൻലി ബബിതയും കൂടെ കൊണ്ടുപോയി. താരാകൃഷ്ണനുണ്ണിയുടെയും സോണിയ ഡേവിഡിന്റെയും മാതാപിതാക്കൾ കോളേജിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. സ്റ്റാൻലി അവരോട് സംസാരിച്ചു. നിങ്ങളെ കുറ്റം പറയാൻ വേണ്ടിയല്ല കാണണമെന്ന് ആവശ്യപ്പെട്ടത്. ഞാനും ഒരച്ഛനാണ്. മക്കൾ സഞ്ചരിക്കുന്ന എല്ലാ വഴിയിലും മാതാപിതാക്കളുടെ കണ്ണ് എത്തണമെന്നില്ല. കുട്ടികൾക്ക് വേണ്ട വെള്ളവും വളവും എത്തിച്ചു കൊടുക്കാനുള്ള തത്രപ്പാടിലായിരിക്കും മിക്കവാറും എല്ലാ പേരൻസും. താരാകൃഷ്ണനുണ്ണിയുടെ അമ്മ തൂവാല കൊണ്ട് കണ്ണു തുടച്ചും മൂക്ക് പിഴിഞ്ഞു നിൽക്കുകയാണ്. സോണിയ ഡേവിഡിന്റെ അമ്മ ഇതൊന്ന് തീർത്ത് സ്ഥലം വിട്ടാൽ മതിയെന്ന മട്ടിൽ നിൽക്കുന്നു. രണ്ടുപേരുടെയും അച്ഛനമ്മമാരുടെ മുഖം അപമാനഭാരം കൊണ്ട് താണിരുന്നു. നിങ്ങളോട് നിങ്ങളുടെ മക്കൾ എന്താണ് പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ, സ്റ്റാൻലി തുടർന്നു. ഞാൻ ചോദിച്ചപ്പോഴും പ്രിൻസിപ്പൽ ചോദിച്ചപ്പോഴും കമ്മീഷണർ ചോദിച്ചപ്പോഴും ഇവർ കുറ്റം നിഷേധിച്ചു. നിങ്ങളോട് മറിച്ചാവാൻ വഴിയില്ല. പക്ഷേ നിങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കിയിരിക്കണം. ആരാണ് താരാകൃഷ്ണനുണ്ണിയുടെ പേരൻസ്? താരയുടെ അച്ഛനും അമ്മയും മുഖമുയർത്തി. നിങ്ങളുടെ മകൾ സ്വന്തം സഹോദരൻ എന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരനെ ബബിതയ്ക്ക് പരിചയപ്പെടുത്തി. പെങ്ങളെ കാണാൻ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന വിസിറ്റർ. ആങ്ങളയുടെ ഗുണവിശേഷങ്ങൾ പറഞ്ഞ് പ്രീണിപ്പിച്ചും പ്രലോഭിപ്പിച്ചും പ്രേമത്തിലേക്ക് തള്ളിയിറക്കി. സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നു എന്ന മട്ടിൽ ഒരൊഴിഞ്ഞ വീട്ടിൽ കൊണ്ടുപോയി മദ്യം കൊടുത്തും മയക്കുമരുന്ന് കൊടുത്തും വാഗ്ദാനങ്ങൾ നൽകിയും അവരുദ്ദേശിച്ച കാര്യം നടത്തി. പിന്നീട് പലർക്കും വിൽക്കാൻ ശ്രമിച്ചു. നിങ്ങളുടെ മകൾക്ക് ഇതിന് കമ്മീഷൻ എത്ര കിട്ടുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ മകൾ മറ്റു പെൺകുട്ടികളെ മാത്രമല്ല അവളെ തന്നെ വിൽക്കുന്നുണ്ടെന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആരും മിണ്ടുന്നില്ല. താരയുടെ അമ്മ കർച്ചീഫ് കൊണ്ട് മുഖം പൊത്തി. ഇതൊരു തമാശയോ കുസൃതിയോ അല്ല. വളരെ പ്ലാൻഡ് ആയിട്ട് നടത്തുന്ന ഒരു സെക്സ് റാക്കറ്റിലെ സജീവ പ്രവർത്തകരാണ് ഇവർ. ഇന്നിപ്പോ ഒരു കമ്പൽസറി TC വാങ്ങി മകളെ കൂട്ടി നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയുന്നത് ബബിത പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിലാകുമായിരുന്നു ഈ നിൽക്കുന്ന രണ്ടു കുമാരിമാരും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, പെൺവാണിഭ കേസിന് കാലപരിധിയൊന്നുമില്ല. ബബിതയ്ക്ക് എപ്പോൾ വേണമെങ്കിലും പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. താരാകൃഷ്ണനുണ്ണിയും സോണിയ ഡേവിഡും കൂസലേതുമില്ലാതെ തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ്. ഇടയ്ക്കിടെ അവർ ബബിതയുടെ നേർക്ക് ഉഗ്രമായി നോക്കുന്നുണ്ട്. കഴിഞ്ഞോ ഗിരിപ്രഭാഷണം? സോണിയ ഡേവിഡ് ചോദിച്ചു. സ്റ്റാൻലിയുടെ മുഖം മുറുകി, കണ്ണുകൾ തീക്ഷ്ണമായി. നീ ജനിക്കാതിരുന്നെങ്കിൽ എന്ന് നിന്റെ പപ്പയും മമ്മിയും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അവരെ അതിൽ കൂടുതൽ ഞാൻ വേദനിപ്പിക്കുന്നില്ല. സ്റ്റാൻലി പ്രിൻസിപ്പലിന് നേർക്ക് നീങ്ങി. താങ്ക് യു സിസ്റ്റർ. അനന്തരം മറ്റുള്ളവരെയും ഒന്ന് ഓടിച്ചു നോക്കി. താങ്ക് യു എവരിബഡി. സ്റ്റാൻലി ബബിതയും കൊണ്ട് ഓഫീസ് റൂമിൽ നിന്നും ഇറങ്ങി. മാമച്ചന്റെ വീട്ടിലെത്തിയ ശേഷം സ്റ്റാൻലി വൈകുന്നേരം കുളത്തൂപ്പുഴയ്ക്ക് പോവുകയാണെന്ന് മാമച്ചനെ അറിയിച്ചു. ഷെറിനെയും ചിന്നുമോളെയും കൂട്ടിക്കൊണ്ടു ചെല്ലണമെന്ന് അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാൻലി മാമച്ചനോട് പറഞ്ഞു. അവളും പറയുന്നത് കേട്ടു. ലാലിച്ചാന്റെ കൂടെ കുളത്തൂപ്പുഴയ്ക്ക് പോവുകയാണെന്ന്. കുറെ ദിവസമായി ഇത് തന്നെ പറയുന്നു, മാമച്ചൻ പറഞ്ഞു. അങ്കിളെ, ഞാനും കൂടി പോയിക്കോട്ടെ? രേവതിക്കുട്ടി ചോദിച്ചു. അപ്പോ ഞങ്ങളോ? ഗ്രേസമ്മ തർക്കിച്ചു. ഞങ്ങൾക്കാരുമില്ലേ? നമുക്കെല്ലാവർക്കും കൂടി പോകാം, ബബിത ഒരു ഭേദഗതി നിർദ്ദേശിച്ചു. ഇതിനിടയിൽ ഡോർബെൽ അടിക്കുന്നത് കേട്ട് രേവതിക്കുട്ടി പൂമുഖത്തേക്ക് പോയി. 1/2 മിനിറ്റിനുള്ളിൽ അവൾ കോണിപ്പടി പാഞ്ഞു കയറി ലോബിയിലെത്തി.
ബബിതയെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. എല്ലാവരുടെയും നോട്ടം രേവതിക്കുട്ടിയിലായി. ആരാ? ബബിത ആശ്ചര്യപ്പെട്ടു. ശിവശങ്കരൻ മേനോൻ പാലായിന്ന് വരുവാണെന്ന് പറഞ്ഞു. ബബിത ഞെട്ടിപ്പോയി. ഈശ്വരാ, അങ്കിൾ ഇതെങ്ങനെ തപ്പിപ്പിടിച്ചെടുത്തു? ഈ വീട് ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞോ? പറഞ്ഞു. ഷോ, ഇനി എന്തു ചെയ്യും? ബബിത ഒരാശ്രയത്തിനായി സ്റ്റാൻലി നോക്കി. നീ ചെന്ന് കാര്യം എന്തെന്ന് ചോദിക്ക്, സ്റ്റാൻലി നിർദ്ദേശിച്ചു. എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ, ഉറപ്പാ. ബലമായിട്ടൊന്നും പിടിച്ചോണ്ട് പോകത്തില്ലല്ലോ, ചെല്ല്. ബബിതയോടൊപ്പം രേവതിക്കുട്ടിയും ഗ്രേസമ്മയും കൂടെ ചെന്നു. സിറ്റൗട്ടിൽ അസ്വസ്ഥനായി നിൽക്കുകയാണ് ശിവശങ്കരൻ. അങ്കിളെ, ബബിത അത്ഭുതഭാവത്തിൽ വിളിച്ചു. അങ്കിൾ എങ്ങനെ ഈ വീട് കണ്ടുപിടിച്ചു? രോഹിത് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ശിവശങ്കരൻ പറഞ്ഞു. അങ്കിൾ എങ്ങനെ വന്നേ? കാർ എവിടെ? ഗേറ്റിന് പുറത്തിട്ടിരിക്കുക. ഇങ്ങോട്ട് കയറ്റിയിട്ടോ അങ്കിളെ, കാറ് തിരിക്കാനും അതാ എളുപ്പം, ബബിത പറഞ്ഞു. അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ റെഡിയായില്ലേ? എന്തിന്? പോകാൻ. എങ്ങോട്ട്? പാലായിക്ക്. നിന്റെ അമ്മ ഇന്നലെ രാത്രി ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നില്ലേ? അമ്മയോട് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ വരില്ലെന്ന്, ബബിത തർക്കിച്ചു. അതൊന്നും എനിക്കറിയില്ല. നിന്നെ കൂട്ടിക്കൊണ്ടു വരണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് അങ്കിൾ ഉടനെ കാറും എടുത്തോണ്ട് ഓടി വരണമായിരുന്നോ? എനിക്കങ്ങനെ ചുമ്മാ കൈയും വീശി വരാൻ പറ്റുമോ അങ്കിളെ? എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ട്. അനിന ചേച്ചി കണ്ട് യാത്ര പറയണ്ടേ? ചേച്ചി എന്നെ ഏൽപ്പിച്ച ജോലികൾ തീർത്തു കൊടുക്കണ്ടേ? അപ്പോഴേക്കും മാമച്ചൻ ഇറങ്ങി വന്നു. മാമച്ചൻ അങ്കിളെ, ഇതാണ് എൻ്റെ അങ്കിൾ. ഹലോ. മാമച്ചൻ കൈനീട്ടി. മടിച്ചിട്ടാണെങ്കിലും ശിവശങ്കരൻ ഹസ്തദാനം നടത്തി. ഞാൻ ശിവശങ്കരൻ. കേറിയിരിക്കൂ. സമയമില്ല. ബബിതേ, നീ വരുന്നുണ്ടോ? ഇന്ന് ഏതായാലും വരാൻ പറ്റില്ല. ശരി, നീ നേരിട്ട് തന്നെ പറഞ്ഞേക്ക് നിന്റെ അമ്മയോട്. കാറിലിരിപ്പുണ്ട്. ഏ, കാറിലോ? ബബിത സ്തബ്ധയായി. ഉടൻ ഗ്രേസമ്മ ഇടപെട്ടു. അതെന്താ കാറിലിരിക്കുന്നേ? ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ, ഞങ്ങളൊക്കെ മനുഷ്യരാണ്. ശിവശങ്കരൻ ധർമ്മസങ്കടത്തിലായി. ഗ്രേസം ഇറങ്ങി ഗേറ്റിലേക്ക് നടന്നു കഴിഞ്ഞു. പിന്നാലെ മാമച്ചനും പോയി. വാ വാ, സ്തംഭിച്ചെന്ന ഭവിതയുടെ കൂടെ രേവതിക്കുട്ടിയും ഇറങ്ങി. കറുത്ത ചില്ല് കയറ്റിയിട്ട് കാറിനുള്ളിൽ ഇരിക്കുകയായിരുന്നു വൈജയന്തി. ഗ്രേസമ്മ ഗ്ലാസിൽ തട്ടി വിളിച്ചു. ഡോർ ഹാൻഡിൽ പിടിച്ചു ഉയർത്തിയപ്പോൾ ഡോർ തുറന്നു. വൈജയന്തി എന്തു ചെയ്യണമെന്നറിയാതെ പരുങ്ങി. ഇതെന്താ ഇറങ്ങി വരാത്തെ? വീട്ടുവാതുക്കൽ വരെ വന്നിട്ട് കയറാതെ പോകുന്നത് ശരിയാണോ? വൈജയന്തിയുടെ മോൻ ഞങ്ങളുടെ ഗസ്റ്റായിട്ട് എത്ര ദിവസം ഇവിടെ താമസിച്ചു? മോളും 2 ദിവസമായിട്ട് ഞങ്ങളുടെ ഗസ്റ്റ് അല്ലേ, പിന്നെന്താ ഇത്ര മടി? ഗ്രേസമ്മ വൈജയന്തിയുടെ കൈ പിടിച്ചിറക്കി. വൈജയന്തിക്ക് അനുസരിക്കുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. കേറി വരൂ, മാമച്ചൻ ക്ഷണിച്ചു. മിസ്റ്റർ മേനോൻ, കാർ അകത്ത് കയറ്റിട്ടേക്ക്. അവിടെ വേറെ വണ്ടി വന്നാൽ സൈഡ് കിട്ടില്ല. ശിവശങ്കരൻ കീച്ചനുമായി ഗേറ്റിലേക്ക് പോയി. ബബിത അന്തം വിട്ട് നിൽക്കുകയാണ്. സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ നേർക്ക് മൂർച്ചയോടെ നോക്കിയിട്ട് വൈജയന്തി മടിച്ച് മടിച്ച് ഗ്രേസമ്മയോടൊപ്പം അകത്തേക്ക് കയറി. ശിവശങ്കരൻ കാർ ഓടിച്ച് മുറ്റത്ത് കയറ്റിയിട്ട ശേഷം ഇറങ്ങി വന്നു. അയാൾ വരാൻ കാത്തു നിൽക്കുകയായിരുന്നു മാമച്ചൻ. വരണം വരണം, മാമച്ചൻ അയാളെ അകത്തേക്ക് ക്ഷണിച്ചു. ഹാളിലേക്ക് കാലെടുത്ത് വച്ചപ്പോഴേ വൈജയന്തി കണ്ടു. കോണിപ്പടിക്ക് മുകളിൽ ലോബിയിൽ സ്റ്റീൽ ഗ്രില്ലിനു മീതെ കൈകളൂന്നി അല്പം മുന്നോട്ട് കുനിഞ്ഞു നിൽക്കുന്ന ആളിനെ. സ്റ്റാൻലി ജോസഫ്. വൈജയന്തിയുടെ പാദങ്ങൾ നിശ്ചലമായി. നെഞ്ചിനു കുറുകെ ഒരു കൊള്ളിയാൻ മിന്നി.